السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലാസിക്കൽ ആൻഡ് മിഡീവൽ പോയട്രിയുടെ ബ്ലോക്ക് 2 ഒന്നാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം യൂണിറ്റിന്റെ ഒന്നാം ഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത് അബ്ബാസി കാലഘട്ടത്തിലെ അറബ് പോയട്രിയെ കുറിച്ചാണ്. ഓക്കെ, അറബ് സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡ് ആണ്, നല്ല വളർച്ച ഉണ്ടായ ഒരു പീരീഡാണ് അബ്ബാസി പീരീഡ്. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവിടുത്തെ അബ്ബാസി കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമായ ഘടനയും അതിലെ തക്സീമുകളും ഒക്കെയാണ് ചർച്ച ചെയ്തത്. 4 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് അബ്ബാസി പീരീഡ് കടന്നു പോയതെന്ന് നമ്മൾ പറഞ്ഞു. അതിലേറ്റവും പ്രഫുല്ലമായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തുർക്കികളുടെ സ്വാധീനം വന്നു. പിന്നെ ഒരു ഘട്ടം ബുവൈഹികളുടെ നേതൃത്വത്തിൽ അവരുടെ സ്വാധീനമായിരുന്നു ഉണ്ടായത്. 4-ാം ഘട്ടം സൽജൂക്കികളുടെ, തുർക്കികൾ തന്നെയായ സൽജൂക്കികളുടെ ഒരു അധികാര കൈപ്പിടിയിൽ ഉണ്ടായൊരു കാലമാണ്. അപ്പൊ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 1-ാമത്തെ കാലഘട്ടമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പാർട്ടിൽ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി ഇതിന്റെ 8 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അതില് പിന്നെ ആദ്യത്തെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി അതിന്റെ ബാക്കിയിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. കവിത അവിടെ മെച്ചപ്പെടാനുണ്ടായിരുന്ന കാരണങ്ങൾ, ഏതൊക്കെ തരം കവിതകൾ, ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അവാമിൽ ഇസ്തിഹാർ അശ്ശാർ ഫി അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിലെ കവിതയ്ക്ക് ശക്തി നൽകിയ, അതിന് സ്വാധീനം വർദ്ധിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ബലാശിറുൽ അറബി ഫി അസ്റിൽ അബ്ബാസി درجة عظيمة من الرقي والازدهار. هناك كثير من الأسباب التي أدت إلى هذه النهضة الشعرية يمكن تلخيصها فيما يلي. بلى الشعر العربي, അറബ് കവിത ഫി അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ അറബ് കവിത നേടിയെടുത്തിട്ടുണ്ട്. ദർജത്തൻ അദീമ, ഒരു വലിയ ഉന്നതമായ സ്ഥാനം തന്നെ അറബ് കവിതകൾക്ക് അബ്ബാസി പീരീഡിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ റഖീ വൽ ഇസ്തിഹാർ, നല്ല വളർച്ചയും വികാസവും ഉണ്ടായിട്ടുണ്ട്. ഹുനാക കസീറു മിനൽ അസ്ബാബ് അല്ലതി അദ്ദത് ഇലാ ഹാദിഹി നഹ്ലത്തി ശഅരിയ്യ, ഈ കവിത വിസ്മയങ്ങളിലേക്ക്, ഈ വിപ്ലവത്തിലേക്ക് നയിച്ച പല കാരണങ്ങളും ഉണ്ട്. യുംകിൻ തൽഖീസുഹാ ഫീമാ യലി, താഴെ പറയുന്ന ചുരുക്കി മനസ്സിലാക്കാം. ഓക്കെ, ഒന്ന്, തഖ്ദീറുൽ ഖുലഫ ലിശ്ശഅരി വശുഅറ. തഖ്ദീറു ഷുഅറകൾക്ക് ഖലീഫമാര് വലിയ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയിരുന്നു ആ പീരീഡ് കാലഘട്ടത്തിൽ. അത് പിന്നെ എന്താ പറയാ, കൊട്ടാര കവികളൊക്കെ വളരെ സജീവമായിരുന്നു ആ കാലഘട്ടത്തിൽ. രാജാക്കന്മാരെ, ഖലീഫമാരെ പുകഴ്ത്തി പാടുകയും അവരുടെ സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കാലമായിരുന്നു അബ്ബാസി പീരീഡ്. ഓക്കെ, അവര് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇവരെ. അപ്പൊ അത് കവിത പാടാനും പുതിയ കവിതകൾ നിർമ്മിക്കാനും വലിയ പ്രേരണയായി. അത് തഖ്ദീർ അൽ ഖുലഫ, ഖുലഫാക്കൾ അഭിനന്ദിച്ചു ലിശ്ശഅരി വശുഅറ, കവികളെയും കവിതയെയും. ഓക്കെ, അഖദഖ് അൽ ഖുലഫ, ഖലീഫമാര് പിന്നെന്താ പറയാ, നൽകിയിട്ടുണ്ട്, വളരെ വർദ്ധിപ്പിച്ച് സമൃദ്ധമായി നൽകിയിട്ടുണ്ട്. അലി ഷുഅറ ഇബാത്ത് വഅതായ ബാഹിറ, വളരെ വലിയ വലിയ പിന്നെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നൽകിയിട്ടുണ്ട്. ഖലീഫത്ത് മുഹമ്മദ് ബിൻ മഹ്ദി ബിൻ അബി ജാഫർ മൻസൂർ, അബൂ ജാഫറിന്റെ മൻസൂറിന്റെ മകൻ
മുഹമ്മദുൽ മഹ്ദി ഖലീഫായപ്പോൾ നൽകിയതുപോലെ ആർക്കാ നൽകിയത്? അശ്ശാഇർ മർവാൻ ബിൻ അബി ഹഫ്സ്. മർവാൻ ബിൻ അബി ഹഫ്സിന് നൽകി 100,000 ദിർഹം. 100,000 ദിർഹം പിന്നെ നൽകിയിട്ടുണ്ട്. മുഖാഫഅത്തൻ അലാ ഖസീദത്തിൻ വാഹിദ. ഒറ്റ ഖസീദക്ക് വേണ്ടി 100,000 ദിർഹം നൽകി എന്നതുപോലെ. അപ്പൊ അത്രമാത്രം വലിയ പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും കവികൾക്ക് കിട്ടിയിരുന്നു. ഒക്കെ അന്നത്തെ ഭരണാധികാരികൾ കവിതകൾ പുകഴ്ത്തി പാടുന്നതിൽ അഭിരമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം إتقان الشعراء علوم اللغة بسبب سيطرة اللغويين على سوق الشعر. إتقان الشعراء, ഷുഅറാക്കൾ നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഷുഅറാക്കൾക്ക് നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഏത് വിഷയത്തിൽ? ഉലൂമുൽ ലുഗ, ഭാഷയിൽ നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. ബിസബബി സൈത്തറത്തിൽ ലുഗവിയ്യീന അലാ സൂഖി ശഅർ. ഒരു കവിതാ ലോകത്ത് ഭാഷയുടെ ഒരു സ്വാധീനം, ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടി അവര് ഭാഷ നന്നായി പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കവിതകൾ രചിക്കാൻ അവർക്ക് ഇത് സഹായകമായി ഈ കാലഘട്ടത്തിൽ. ഓക്കെ. 3, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബ്ബാസി കാലഘട്ടത്തിലുള്ള കവിത കൂടുതൽ വികസിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്, ഖുലഫാക്കള്, അവിടുത്തെ ഭരണാധികാരികൾ ഷുഅറാക്കൾക്കും കവികൾക്കും വലിയ അഭിനന്ദനവും പിന്തുണയും കൊടുത്തിരുന്നു. 2, കവികൾ ഭാഷാപരമായി നല്ല കഴിവുള്ളവരായിരുന്നു. 3ാമത്തേത് ഇക്തിസാഉ അഫാഖിൻ നഖ്ദിൽ അദബി. അദബ് പിന്നെ സാഹിത്യ നിരൂപണം വളരെ അധികം വ്യാപിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. ഓക്കെ. പിന്നെ അദബുൻ നഖദി, സാഹിത്യ നിരൂപണം വളരെ വ്യാപിച്ചിരുന്നു അബ്ബാസി കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസി പീരീഡിൽ വലിയ വലിയ സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഉല്ലിഫത്ത് ഉമ്മഹാത്തുൽ കുത്തുബ് നഖ്ദിൽ അദബി. സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ, പ്രസിദ്ധമായ സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നു ഈ കാലഘട്ടത്തിൽ. ഉല്ലിഫത്ത് രചിക്കപ്പെട്ടു. ഉമ്മഹാത്തു കുത്തുബിൻ നഖ്ദിൽ അദബി, സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടവയാണ്. ഇത്തുറാസിൽ അറബി ഫി അശ്ഹുറിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ. മിഹൽ തബഖാത്ത് ഫുഹൂൽ ശുഅറാ, വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ സാഹിത്യ നിരൂപണ രചനയാണ് ഇബ്നു സല്ലാമിൽ ജുമഹിയുടെ. ഇബ്നു സല്ലാമിൽ ജുമഹിയുടെ തബഖാത്തുൽ ഫുഹൂൽ ശുഅറാ ഒക്കെ പോലെ. ഓക്കെ. അപ്പോ അറബ് സാഹിത്യ നിരൂപണം വ്യാപിച്ചതും ഒരു കാരണമായിട്ടുണ്ട്. 4ാമത്തേത് تأثر الشعراء بالحياة العقلية المزدهرة والثقافة الواسعة عن طريق التأليف والترجمة ومجالس العلم والأدب. تأثر الشعراء, ഷുഅറാക്കൾക്ക് വലിയ സ്വാധീനം ലഭിച്ചു. അവർ പിന്നെ ആകൃഷ്ടരായി, അവര് വ്യാപൃതരായി. ഹയാത്തുൽ അഖലിയത്തുൽ മുസ്ദഹറ, വളരെ ഉന്നതമായ ചിന്ത സംസ്കാരവുമായി, ദാർശനിക പിന്നെ ചിന്തകളുമായി അവർ വല്ലാതെ ആകൃഷ്ടരായിരുന്നു. അതേപോലെ വസ്സഖാഫത്തുൽ വാസിയ, പിന്നെ സാംസ്കാരികമായ വിനിമയവുമായും അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അൻത്വരീഖ് തഅലീഫ് തർജമ, രചന നടത്തുക, ട്രാൻസ്ലേഷൻ നടത്തുക, മജാലിസിൽ ഇൽമി വൽ അദബ്, വൈജ്ഞാനികവും അതേപോലെ സാഹിത്യവുമായ സദസ്സുകൾ സംഘടിപ്പിക്കുക. ഇതുകൊണ്ടൊക്കെ അവര് വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു. അത്തരം രൂപങ്ങളിൽ അവര് ഒരു ദാർശനികമായ പ്രക്രിയകളിൽ അവർ സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊരു കാരണമാണ്. ഓക്കെ. പിന്നെ മറ്റൊന്ന് അൽ-ഇംതിസാജ് القوي بين العرب وغيرهم من الأعجام لا سيما من الفرس والروم. അൽ-ഇംതിസാജ്, ഒരു യോജിപ്പ്, ഒരു പിന്നെ എന്താ പറയുക, കൂടിച്ചേരലുണ്ടായി. ബൈനൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരും. കാരണം നമ്മൾ അബ്ബാസി കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്,
പിന്നെ തുർക്കികളുടെ വരവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിന്നെ ആർമിയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള പങ്ക്, അതേപോലെ സൽജൂക്കികള്, ഇനി പിന്നെ പേർഷ്യൻ ഭാഗത്ത് നിന്നുള്ള ബുവൈഹികള് അവര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അറബികളും അനറബികളും തമ്മിലുള്ള ഒരു സംയമനം, ഒരു ഒരു കൂടിച്ചേരൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനൊരു കാരണമാണ്. കാരണം മറ്റ് സംസ്കാരങ്ങളിലെയും ഭാഷകളുടെയും പിന്നെ വൈവിധ്യങ്ങളും വിജ്ഞാനീയങ്ങളും അറബിയിലേക്ക് ചേരാൻ അതൊരു കാരണമായിട്ടുണ്ട്. امتزاج القوي بين العرب وغيرهم من الأعاجم അനറബികളാൽ ലാസിമ പ്രത്യേകിച്ച് മിനൽ ഫറസ് റൂം, പേർഷ്യ റൂം ഭാഗത്ത് നിന്ന് വന്ന അനറബികൾ അറബികളുമായി കൂടിച്ചേരാൻ എന്നുള്ളതും ഈ കവിതക്ക് പിന്നെ വലിയൊരു സ്വാധീനം ഉണ്ട്. കാരണം പേർഷ്യ റൂം എന്നൊക്കെ പറഞ്ഞാൽ പഴയ തത്വചിന്തയുടെയും ഫിലോസഫിയുടെ ഒക്കെ വിളനിലവും ഒക്കെയാണ്. അപ്പോ അതിന്റെ ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 6 الربيع الحضاري الذي عاشت الدولة في ظله. الربيع الحضاري നാഗരികമായ വികാസം, നാഗരിക വികാസം. الذي عاشت الدولة, ഈ രാജ്യം കഴിഞ്ഞിരുന്നത് ഫി ളില്ലിഹി, ആ ഒരു നാഗരികതയുടെ തണലിൽ. അങ്ങനത്തെ ഒരു നാഗരികമായ വളർച്ചയും കവിതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 6 ഘടകങ്ങളാണ് പിന്നെ അറബ് സാഹിത്യ, അറബ് പോയട്രിയെ അബ്ബാസി കാലഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്കും വളർച്ചയിലേക്കും കൊണ്ടുവരാൻ നിദാനമായത് എന്നാണ് രത്ന ചുരുക്കം. ഓക്കെ, അപ്പൊ നല്ലൊരു വളക്കൂറുള്ള ഒരു മണ്ണാണ് അറബി പോയട്രിക്ക് അബ്ബാസി പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തൊക്കെ രീതിയിലുള്ള, ഏതൊക്കെ പിന്നെ രൂപത്തിലുള്ള, എന്തൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രമേയങ്ങൾ എന്തൊക്കെയായിരുന്നു അബ്ബാസി പീരീഡിലെ കവിതകളിൽ ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, 1 അൽ മദ്ഹ്. അറബി ഭാഷയിൽ അബ്ബാസി പീരീഡിൽ ഉണ്ടായ ഒരു കവിത രീതിയാണ് കവിത. അബ്ബാസി പീരീഡ് മാത്രമല്ല, മുമ്പുണ്ടായിരുന്നു, അബ്ബാസി പീരീഡിലും ഇത് നിലനിന്നിരുന്നു. അതിൽപ്പെട്ട 1 അൽ മദ്ഹ്. മദ്ഹ് പറയാൻ വേണ്ടി അറബ് പിന്നെ കവിതകൾ രചിക്കപ്പെട്ടു. മദ്ഹ്, രാജാക്കന്മാരെ പുകഴ്ത്തുക, അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് മദ്ഹ് എന്ന് പറയുന്നത്. വഹുവ ഫന്നുൻ ഖദീമുൻ, ഒരു പഴയ കാലത്തെ ഒരു കലാം രൂപമാണ്. മഅറൂഫുൻ മുൻദുൽ ജാഹിലിയ, ജാഹിലിയ കാലം മുതൽ തന്നെ മദ്ഹ് ഉണ്ട്. വലാകിൻ, എങ്കിലും ഇസ്ദഹറ ഫിൽ അസ്റുൽ അബ്ബാസി, ഇത് അബ്ബാസി പീരീഡിലാണ് കൂടുതൽ വളർച്ച പ്രാപിച്ചത്, കൂടുതൽ അതിന് വികാസം ഉണ്ടായത് ഈ അബ്ബാസിയ പീരീഡിലാണ്. ഹത്ത സ്വാറ, അങ്ങനെ ഉണ്ടായിത്തീർന്നു. മിൻ അബ്രസി, അതായിത്തീർന്നു. മിൻ അബ്രസി ഫുനൂനി ശിഅർ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളുടെ ഒരു കലാരൂപമായി തന്നെ, ഒരു രൂപമായി പരിണമിച്ചു. അത്രമാത്രം വലിയ വളർച്ച, വ്യാപനം ഈ പറഞ്ഞ മദ്ഹിനുണ്ടായിരുന്നു. തസാഹമ അശ്വറ, കവികൾ തിരക്ക് കൂട്ടുമായിരുന്നു. അല്ല അബ്വാബിൽ ഖുലഫ, ഖലീഫമാരുടെ, ഭരണാധികാരിയുടെ വാതിൽ പടികെ കവികളുടെ തിരക്കാണ്. എന്തിനാണെന്നറിയോ? തംഅൻ ഫി നവാലിഹിം വറഗ്ബത്തുൻ ഫിൽ ഫൗസി ബിഇത്റാഫിഹിം, ആ ഭരണാധികാരികളുടെ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തിരക്കൂട്ടും. അവർ നല്ല മനോഹരമായ കവിത രാജാക്കന്മാരെ കുറിച്ച് അവർ പാടിക്കൊടുക്കും. എന്നിട്ട് രാജാക്കന്മാർ സമ്മാനം, അതിന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഈ നവാലിയും അവരുടെ ഗിഫ്റ്റ്, വറഗ്ബത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഫിൽ ഫൗസി, ഒരു അംഗീകാരം, ബിഇത്റാഫിഹിം, ആ രാജാക്കന്മാര് അംഗീകരിക്കുക എന്നുള്ളത് കൊണ്ട് വിജയിക്കാനും അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന ഖലീഫ അംഗീകരിച്ച കവി എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സ്ഥാനമാണ്. ആ നിലക്ക് ഈ ഒരു തരം കവിതകൾ അബ്ബാസി കാലഘട്ടം വളരെ സജീവമായിരുന്നു. മിൻ അംസിലത്തിൽ മദ്ഹിൽ കസീറ, മിൻ അംസില, ഉദാഹരണത്തിൽപ്പെട്ടതാണ് അൽ മദ്ഹുൽ കസീറ, പിന്നെ ഒരുപാട് മദ്ഹ് പറഞ്ഞത്. മാ ഖാല ഷായർ മർവാൻ ഇബ്നു അബി ഹഫ്സ് ഖലീഫത്ത് മുഹമ്മദുൽ മഹ്ദി, ഖലീഫ മുഹമ്മദുൽ മഹ്ദിയെ പുകഴ്ത്തിക്കൊണ്ട് മർവാൻ ബിൻ അബി ഹഫ്സ് പറഞ്ഞ കവിത.
അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ രീതിയാണ് അൽ വസ്ഫ്. ഭാഷ വസ്ഫ് പറയുകയായിരുന്നു ഷിയർ. വസ്ഫും മധുവും തമ്മിലുള്ള വ്യത്യാസം, മധു എന്ന് പറയുമ്പോൾ സെന ആണ്, ഒരാളെ പുകഴ്ത്തലോ ഒരു വ്യക്തിയെ ഒരു കൂട്ടത്തെയോ പുകഴ്ത്തണം മധു. എന്നാൽ വസ്ഫ് എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുക ചിലപ്പോ ഒരാളെ പുകഴ്ത്തലുമാവാം ഇകഴ്ത്തലുമാവാം. അയാൾ എങ്ങനെയാണ് തസവ്വുറാക്കി കൊടുക്കുക എന്നുള്ള തസ്വീറാണ്, രൂപപ്പെടുത്തുക അയാളെ. ഇപ്പൊ ചിലപ്പോ നല്ല രൂപവും ആവാം ചീത്ത രൂപവും ആവാം. ഇപ്പൊ കൊട്ടാരങ്ങളെ വർണ്ണിക്കുക, അപ്പൊ അതതിനെ വസ്ഫ് ചെയ്യലാണ്. അങ്ങനത്തെ കവിത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫന്നുൻ ഖദീമുൻ പഴയകാല ഒരു കലാരൂപമാണ്. വലാത്തക്കാതു തഖ്ലു ഖസീദത്തുൻ മിൻഹും وقد صنف الشعراء قديما مظاهر الطبيعة بكل ملاحمها. ويقول الشاعر علي بن الجهم وهو يصف قصور المتوكل في سمراء. അതെ, ഇത് പഴയകാലത്തുണ്ടായിരുന്ന ഒരു രൂപമാണ്. കവിതകൾ പഴയ കാലത്തുള്ള അവരിങ്ങനെ വിവരിക്കും. ഖദീമൻ മവാഹിർ ത്വബിഅത്തി ബികുല്ലി മലാമിഹ. അവര് എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി പ്രകൃതി ദത്തമായ കാര്യങ്ങളും മറ്റൊക്കെ വിവരിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം അലി ഇബ്നു ജഹ്ം വഹുവ യസിഫു, മൂപ്പര് വിവരിക്കുമായിരുന്നു ഖുസൂറൽ മുതവക്കിലിന്റെ കൊട്ടാരത്തെ മൂപ്പര് സിഫത്ത് ചെയ്തുകൊണ്ട് ഇവർ പാടാറുണ്ടായിരുന്നു. അതാണ് വസ്ഫ്. മറ്റൊന്ന് ഗസലാണ്. ഗസല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശൃംഗാര കാവ്യം, പ്രണയകാവ്യങ്ങളെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോ അമവിയ പീരീഡിൽ ഇതുണ്ടായിരുന്നു. അതേപോലെ അബ്ബാസിയ കാലഘട്ടത്തിൽ ഇത് നിലനിന്നിരുന്നു. അബ്ബാസി പീരീഡിൽ ഈ ഗസല് വല്ലാതെ വ്യാപിച്ചിരുന്നു. വളരെ അമിതമായ വ്യാപിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ? ബിസബബ് ഇന്തിശാരിൽ ജവാരി വൽ ഗൽമാൻ, ആൺകുട്ടികൾ, അതേപോലെ അടിമ സ്ത്രീകൾ, അതേപോലെ ഇതൊക്കെ വ്യാപകമായത് കൊണ്ട് തന്നെ കൊട്ടാരത്തിലും മറ്റുമൊക്കെ ഇത്തരം കുട്ടികളും ആൺകുട്ടികളും അടിമ സ്ത്രീകളും പാട്ട് കച്ചേരിയും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൽ ഈ ആൺകുട്ടികളെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ പാട്ട് പാടുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ആൺകുട്ടികളെ എൽമാനിയാത്ത് എന്ന് പറഞ്ഞ ശേഷം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതി വ്യാപകമായതുകൊണ്ട് ഗസലും സജീവമായിരുന്നു. ഓരോ പെണ്ണിനെ പ്രണയിച്ച് അവരെ പുകഴ്ത്തി പാടുന്ന പാട്ടുകൾ. ഓക്കെ. വഖദ് ജനഹ ബഅദു ശുഅറാഇ അൻ ഖഫത്തിൻ ഇലാ മജൂൻ. ചില കവികള് ചായ്വ് കാണിച്ചിട്ടുണ്ട്. അൻ ഖഫത്തി ഇലാ മജൂൻ, ഒരു മാന്യമായ ഇതിൽ നിന്ന് ഒരു പ്രത്യേകമായ ഒരു തലത്തിലേക്ക് തങ്ങളുടെ കവിതയെ മാറ്റുന്നതിലേക്ക് അവര് ചായ്വ് കാണിച്ച ഈ പീരീഡിലാണ്. അപ്പൊ ഇത് ഒരു വൾഗറായ തലത്തിലേക്ക് വരെ അബ്ബാസിയ കാലഘട്ടത്തിൽ ഇത്തരം കവിതകൾ ഇത്തരം കവികൾ മാറിയിട്ടുണ്ട്. ബഷാർ ഇബ്നു ബുർദ് മിൻ ശുഅറാഇൽ ഗസൽ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസൽ കവിയായിരുന്നു ബഷാർ ഇബ്നു ബുർദ്. വകാന ലഹു ഇംറഅത്തുൻ, മൂപ്പർക്ക് ഒരു പെണ്ണുണ്ടായിരുന്നു. അഹബ്ബഹ, മൂപ്പരെ ഇഷ്ടപ്പെടുകയും അവര് പ്രണയിക്കുകയും ചെയ്തിരുന്നു. ഇസ്മുഹ അബ്ദ എന്നായിരുന്നു അവർക്ക്. നാലാമത്തെ രീതിയാണ് അനുശോചന കാവ്യം. അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. വലിയ നേതാക്കന്മാര്, കമാൻഡർമാര്, രാജാക്കന്മാര്, ഭരണാധികാരി അവരുടെയൊക്കെ മർസിയത്ത് പാടുക, മരിച്ചു കഴിഞ്ഞിട്ട് അവരെ അനുശോചിച്ച് പാടുക. അങ്ങനത്തെ രീതി റസാഇന് വേണ്ടിയും കവിത രചിക്കപ്പെട്ടിരുന്നു. വലം യഖ്തസിർ അശ്ശുഅറാഉ അലാ മുജറദി തഅദാദി സിഫാത്തിൽ മർസി, മർസിയത്ത് പാടപ്പെടുന്ന ആളുടെ വിശേഷണം മാത്രം എന്നൊരു കാര്യം മാത്രമല്ല കവികൾ ചെയ്തിരുന്നത്. അവരെന്ത് ചെയ്ത്
അവര് പിന്നെ ബൽ അള്ളാഹു ഇലിഹ അവർ അതിലേക്ക് കൂട്ടിയിട്ടുണ്ട് തംജീദ് ബുതൂലത്തി വശഹാദ അവരുടെ രക്തസാക്ഷിത്വം അവരുടെ ധീരത ഇതൊക്കെ പറയുന്നത് കൂടി ഇത്തരം കവിതകളിൽ ഉണ്ടായിരുന്നു. ഷഹീദൻ ഈ ഇല്ലാതെയായ ആള് ഒരു രക്തസാക്ഷിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് റസാ പാടുക അവരുടെ രീതിയും പതിവുമായിരുന്നു. ഓക്കെ, അഞ്ചാമത്തെ ഒരു അർള് പിന്നെ അൽ ഫഖ്റു അൽ ഹമാസ ഫഖ്ർ നടി പറയാൻ വേണ്ടിയൊക്കെ കവിത രചിക്കപ്പെടാൻ അതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലേ ഉള്ളതാണ്. പിന്നെ ഈ ശത്രുക്കൾ മുമ്പിലൊക്കെ നമ്മുടെ ഒരു സ്വത്വം അല്ലെങ്കിൽ ശക്തി ഒക്കെ പ്രകടമാക്കാൻ വേണ്ടി കവിതകൾ രചിക്കപ്പെട്ടിരുന്നു. കബീലയുടെ ഗോത്രങ്ങളുടെ പേരിലാണ് ഈ ഫഖർ ഉണ്ടായത്. അതേപോലെ ഉള്ള അതിന് സമാനമായ ഫഖറും ഈ കാലഘട്ടത്തിൽ അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ ആളും കരുതുന്നത് ഞാൻ ഈ പറയുന്ന കബീലയുടെ ഒരു ഇഷ്ടിക പൊട്ടാണ്, അപ്പോൾ ഞാനും ഇതിന്റെ പ്രധാനിയാണെന്നൊരു മനസ്സിലാക്കുന്ന ഒരു രീതിയിലായിരുന്നു അവർ കവിത രചിക്കപ്പെട്ടത്. ഓക്കെ, ഫഖർ പാടിയ ഈ കാലഘട്ടത്തിലെ അബ്ബാസി കാലഘട്ടത്തിലെ ഫഖറിന്റെ കവികളിൽ ഏറ്റവും ശ്രദ്ധേയനാണ് അബൂ തമാം ഫഖറായിരുന്നു പാടിയിരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗസലാരാ പാടിയത്, അത് ബഷാർ ബുർദ്. ഇനി ഫഖർ ഹമാസ അബൂ തമാം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അബ്ബാസി കാലഘട്ടത്തിൽ രൂപപ്പെട്ട നൂതന പിന്നെ കാവ്യ പ്രമേയങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 4 പ്രധാനപ്പെട്ട ഒന്ന് ഹംരിയാത്ത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞത് ജാഹിലിയ കാലം മുതൽ തന്നെ ഉണ്ടായതാണ്, ജാഹിലിയ കാലഘട്ടത്തിലും അത് ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ബാക്കി പത്രമാണ് അബ്ബാസി കാലം. എന്നാൽ പിന്നെ ഈ പറയുന്ന കവിതകൾ, കവിതാ രീതി, കവിതാ പ്രമേയങ്ങളൊക്കെ അബ്ബാസി പീരീഡിൽ മാത്രം രൂപപ്പെട്ടതാണ്. ഒന്ന് ഹംരിയാത്താണ്. ഹംരിയാത്ത് എന്ന് പറഞ്ഞാൽ കള്ളുകളെ കുറിച്ച് പാടുന്ന കവിതകൾക്കാണ് ഹംരിയാത്ത് എന്ന് പറയും. ഇന്തഷറത്ത് ഷുർബുൽ ഖംർ, കള്ളു കുടിക്കൽ വ്യാപകമായിരുന്നു. ഫിയാസിൽ അബ്ബാസികളുടെ കാലഘട്ടത്തിൽ കള്ളുകുടി വളരെ സജീവമായിരുന്നു. ഓക്കെ, എത്രത്തോളം കാണാം, കള്ളുകുടിയന്മാരായ അബൂനവാസിനെ പോലത്തെ കുടിയന്മാരായ കവികൾ ഉണ്ടായിരുന്നു. ഓക്കെ, വത്തഖദൽ ഖലീഫത്തുൽ അമീൻ, ഖലീഫ അമീൻ എന്ന് പറയുന്ന മൂപ്പര് അബാനവാസിനെ ആക്കി നദീമല്ലോ, ഖലീഫന്റെ സന്തത സഹചാരിയാക്കി മാറ്റി. ഈ മജാലിസ് ഷറാബ് കള്ളു കുടിക്കുന്ന സദസ്സിൽ അബൂനവാസ് ഉണ്ടായിരുന്നു. അബൂനവാസ് എന്ന് പറഞ്ഞ വലിയ കവിയാണ്. ഈ രീതിയിലുള്ള കവിതകളുടെ പിന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. പ്രത്യേകിച്ച് അബൂനവാസ്, അദ്ദേഹം നല്ല കുടിയനായിരുന്നു. ഓക്കെ, നന്നായി കുടിക്കുന്ന ആളായിരുന്നു. അപ്പോ ഖലീഫ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അബ്ബാസി കാലഘട്ടത്തിലെ 2ാം പീരീഡിലേക്ക് എത്തിയപ്പോൾ, അസുറസ്ഥാനിയിലേക്ക് എത്തിയപ്പോൾ ഭരണാധികാരികൾ ആഡംബരപ്രിയരായി മാറുകയും കുടിക്കുകയും കൂത്താടുകയും ആഡംബരത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഇത്തരം കവിതകൾക്ക് വലിയ പിന്നെ എന്താ പറയുക വളർച്ച ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് സുഹുദിയാത്ത് എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങളോട് വിരക്തി കാണിക്കുന്നവർ അതിന് കൗണ്ടറായി അത് ത്യജിക്കണമെന്നും ദുനിയാവിനെ പിന്നെ എന്താ പറയുക എതിരെ ഒരു തപസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞു പാടിയ കവിതകൾക്കാണ് സുഹുദിയാത്ത് എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. ദുനിയാവ് ഉപേക്ഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക, ആഖിറത്തിലേക്ക് പോകാൻ. ظهر هذا اللون من الشعر لمواجهة تيارات الفساد والبذخ اللذين شاعا في كثير من مجتمعات العصر العباسي. ظهر هذا اللون, ഈ ഇനം പ്രത്യക്ഷപ്പെടുന്നത് لمواجهة تيارات الفساد والبذخ, ഒരു പിന്നെ ഫസാദ്, നാശം, അതേപോലെ ധൂർത്ത്, ബദഖ്, ഈ പറഞ്ഞ 2 സംഗതികളോട് ആ ഒരു ട്രെൻഡ്, ആ ഒരു
പിന്നെ ജീവിത രീതി അതിന് എതിരിടാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. അല്ലതീനി ഈ രണ്ട് ഫസാദും ആയിരുന്നു ഷാഫി കസീരിൻ ഒരുപാട് വ്യാപകമായിരുന്നു. ഈ കസീരിൻ അറബി അറബ് കാലഘട്ട അറബ് അബ്ബാസി പീരീഡിലുള്ള വ്യത്യസ്ത സൊസൈറ്റി സമുദായങ്ങൾക്കിടയിൽ ഈ പറയുന്നത് വളരെ വ്യാപകമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ആഖിറത്തിലേക്ക് ചിന്ത കൊണ്ടുപോകണമെന്ന് പറയുന്ന ഒരു കവിതയാണ് സുഹ്ദിയ. മറ്റൊന്ന് ഗൽമാനിയാത്ത്. ഗൽമാനിയാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഗൽമാനിയാത്ത് خلي العلمان بمكانة عظيمة في بطال الخلفاء. ഖലീഫമാരുടെ കൊട്ടാരങ്ങളിൽ ചെറിയ ആൺകുട്ടികൾക്ക് ചിയർ ബോയ്സ് അവർക്ക് പിന്നെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഖിദ്മത്ത് എടുക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനം കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കുറിച്ച് വരെ അവരുടെ അഴകും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് കവിതകൾ രചിക്കപ്പെട്ടിരുന്നു. ഓക്കെ, അബൂ നവാസ് ആണ് അതിന്റെ ആള്. അബൂ നവാസ് ഒരു എന്താ പറയാ, നമ്മള് കൂതറ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പെട്ട കവിയാണ്. കുടിക്കുക, അതേപോലെ പ്രണയ ഗാനങ്ങൾ ആലപിക്കുക, ഇതൊക്കെയാണ് പണി ഉണ്ടായത്. യുത്തബർ അബൂ നവാസ്, അബൂ നവാസിനെ പരിഗണിക്കാൻ പറ്റും. ഇത് ഫസിലിന്റെ ഒരു രൂപമാണ് കേട്ടോ. അൽമാനിയത്ത് ഫസിൽ എന്ന് പറഞ്ഞാൽ എല്ലാരെ കുറിച്ചും, പെണ്ണിനെ കുറിച്ചും ആണിനെ കുറിച്ചും ഒക്കെ പാടുന്ന ഫസിലുണ്ട്. പക്ഷെ അൽമാനിയത്ത് പറഞ്ഞാൽ ഈ കുട്ടികളെ കുറിച്ച് പിന്നെ എന്താ പറയാ, മറ്റൊരു ചുവയോടുകൂടി പാടുന്നതാണ് അൽമാനിയാത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ഥാപകൻ മുഅസ്സിസു ഹാദൽ ശരി, ഇതിന്റെ സ്ഥാപകനായ അബൂ നവാസിനെയാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊന്ന് നാലാമത്തെ ഒരു രീതിയാണ് തർദിയാത്ത്. തർദിയാത്ത് എന്ന് പറഞ്ഞാല് പിന്നെ വേട്ടയാടുന്ന കവിത, പിന്നെ വേട്ടക്ക് പോകുമ്പോൾ ഉള്ള അത്തരം രീതിയിൽ പാടപ്പെടുന്ന അതിനുവേണ്ടി രചിക്കപ്പെട്ട കവിതകൾ ഉണ്ടായിരുന്നു. ഫനീഷ് കദീമും, ഇത് പൂർവ്വകാല കവിത രീതിയാണെങ്കിലും ലാക്കിൻ അബ്ബാസ് കാലഘട്ടത്തിലാണെന്ന് നൽകിയതും അതേപോലെ വികസിച്ചതും. യദൂറു തർദിയാത്ത് ഹൗല സൈദ്, വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർദിയാത്ത് ഉണ്ടാവുക. കവികൾക്കിടയിൽ ഇത് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ, അബ്ബാസി കവികൾ പലരും പിന്നെ വേട്ട കൊതിയന്മാരായിരുന്നു, വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അപ്പൊ അതിന്റെ പാട്ടുകൾ ഷെയറുകൾ അവർക്ക് വലിയ ആ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീർന്നു. അബ്ബാസി ഖലീഫമാർ പേർഷ്യൻ രാജാക്കന്മാരെയായിരുന്നു പിൻപറ്റിയിരുന്നത്. ഹയവാനുമായുള്ള അവരുടെ ഇണക്കത്തിന് അവരുമായുള്ളൊരു പിന്നെ ഒരു തശബ്ബുഹ് കാരണമായി അവര് വേട്ടയാടും. സുക്കൂർ, പിന്നെ ഫാൽക്കൺകളെ, അതേപോലെ കിലാബ്, നാഴ, കുതിര, ഇതൊക്കെ അവരുടെ രീതിയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ രൂപപ്പെട്ട കവിത രീതിയാണ് പിന്നെ തർദിയാത്ത് എന്ന് പറയാം. പിന്നെ കവിത കൂട്ടത്തിലുണ്ട്. ഈ കവിത കൂട്ടത്തിൽപ്പെട്ട അല്ലദീന ബറസു, അവര് ഉയർന്നു വന്നിട്ടുണ്ട്. ഫിഹാദിൽ മൈദാൻ ഇശ്ശേരി, ഈ പറയുന്ന ഇത്തരം കവിതകളുടെ കവിത രീതി സജീവമായി ഉയർന്നു വന്ന കൂട്ടത്തിൽപ്പെട്ട കവിയാണ് അലി ഇബ്നു റൂമിയൊക്കെ. അവര് പിന്നെ എന്താ പറയാ, വേട്ടയാടുന്നതിനെ കുറിച്ചും വേട്ടയെ കുറിച്ചൊക്കെ കവിത പാടിയവരാണ്. ഓക്കെ, ഇപ്പൊ ഇനിയുണ്ട്. ഓക്കെ, 4 രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി പിന്നെ 5ാമത്തെ ഒരു രൂപം അശ്ശൂർ താലീമി. അശ്ശൂർ താലീമി ആ കാലഘട്ടത്തിലുണ്ട്. അശ്ശൂർ താലീമി എന്ന് പറഞ്ഞാൽ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പഴയ കാലത്തെ കഥകളും അറിവുകളും ഒക്കെ കവിതാ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് പിന്നെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രൂപപ്പെട്ട ഒരു കവിത രീതിയാണ് അശ്ശൂർ താലീമി എന്ന് പറഞ്ഞാൽ.
ഹാദൽ ഫന്നിശ്ശേരി ഈ പറയുന്ന കവിത രീതി അഹ്ദസത്ഹു അൽ അബ്ബാസികൾ ഉണ്ടാക്കിയതാണ്. ഹിന്ദമ സാനഉ ബഅദൽ ഖസസ് വൽ മആരിഫ് അൽ ഖദീമ പുരാതനമായ അറിവുകളും കഥകളും ഒക്കെ അവരാക്കി കലാമിൻ ഷെരിയും ഒരു കവിതാ രൂപത്തിലേക്ക് മാറ്റി. പഠിക്കാനുള്ള സൗകര്യാർത്ഥം മാറ്റിയതാണ്. അപ്പൊ അങ്ങനെ മാറ്റിയപ്പോൾ രൂപപ്പെട്ട കവിതാ രീതിക്കാണ് അശ്ശർ തഅലീമി എന്ന് പറയാം. ഓക്കെ, എന്താ ഇതിങ്ങനെ ആക്കാണ്ടായ കാരണം? വൽഹദഫ് മിൻ ഹാദൻ നൗ, ഈ രീതിയുടെ പ്രധാന ഉദ്ദേശം എന്താ? തൈസീർ ഹിഫ്ള് ഹഖായിഖിൽ ഇൽമിയ്യ അലൽ മുതഅല്ലിമീൻ, തൈസീർ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. വലിയ വലിയ ചിന്തകളും തത്വങ്ങളും ഒക്കെ ആണെങ്കിൽ പഠിക്കാൻ അത്ര അങ്ങോട്ട് ലളിതമായിരിക്കൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ ലളിതമായി, ഇപ്പൊ നമ്മളെ പഞ്ചതന്ത്ര കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. പഞ്ചതന്ത്ര കഥകളില് പിന്നെ ഒരു രാജാവ് പിന്നെ തൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു തത്വജ്ഞാനിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ തത്വജ്ഞാനി പിന്നെ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ കവിതകളാണ് പഞ്ചതന്ത്ര കഥകൾ. ഓക്കെ, അപ്പൊ അതാണ് പിന്നീട് അറബിയിലേക്ക് ഇബ്നു മുഖഫ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തത്. അപ്പൊ അതെന്താ അങ്ങനെ ഒരു കഥ രൂപപ്പെടാൻ കാരണം? ലേണിംഗ് മെത്തേഡ് പിന്നെ ഇത്തരം രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാ തൈസീർ ഹിഫ്ള് ഹഖായിഖിൽ ഇൽമിയ്യ, വൈജ്ഞാനികമായ അറിവ് അതിൻ്റെ ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേറു താലീമി രൂപപ്പെടുത്തിയത്. وفي جملة الشعراء الذين لمعوا في شعر التعليم, ഷെയർ താലീമിൽ തിളങ്ങിയ പിന്നെ കവികളുടെ കൂട്ടത്തിലാണ് അബ്ബാനി ബിൻ അബ്ദുൽ ഹമീദ് അല്ലാഹി എന്ന് പറയുന്ന കവിയുള്ളത്. ഈ കാലഘട്ടത്തിലാണ് അത് നടന്നത്. ആറാമത്തെ ഒരു തരം കവിതയാണ് അശ്ശർ സിയാസി, രാഷ്ട്രീയ കാവ്യങ്ങൾ. രാഷ്ട്രീയ കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റും പോരാട്ടവും ശത്രുക്കളെ അല്ലെങ്കിൽ പിന്നെ പ്രതിയോഗികളെ ഇകഴ്ത്തുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുന്ന കവിതകളാണ് അശ്ശർ സിയാസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിയാസുൽ അമവി. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഒന്ന് റീപ്ലൈ തരുമോ ഹനീന? ക്ലിയർ ആണ് സാർ. ഓക്കെ, അശ്ശർ സിയാസി പിന്നെ രാഷ്ട്രീയ കവിത എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തരം രാഷ്ട്രീയ പ്രതിയോഗികളും സംഘർഷമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന കവിതയാണ്. അശ്റിൽ അമവി കാലഘട്ടത്തിൽ അശ്ശർ സിയാസി കവിത ഉണ്ടായിരുന്നു. മുസ്തഹിറൻ ബിസബബി, അമവി കാലഘട്ടത്തിൽ സജീവമായി പിന്നെ ഈ ഷെയറുൽ സിയാസി ഉണ്ടായിരുന്നു. മുസ്തഹിറൻ വളർച്ച വ്യാപിച്ചു. ബിസബബി ഇന്തിശാരി ഫിറഖിൽ കസീറ, ഒരുപാട് പിന്നെ ആവാന്തര വിഭാഗങ്ങൾ പിന്നെ ഫിറഖ് പിന്നെ ടീമുകൾ വ്യാപിച്ച കാരണമായി. എന്നാൽ ഈ അമവി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒഫി അസ്റുൽ അബ്ബാസി കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്തുണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഇൽമഹല മുഅ്ലം തിൽക്കൽ അഹ്സാബ്, അത്തരം കവികള് അത്തരം അവാന്തര വിഭാഗങ്ങള് പിന്നെ പ്രത്യക്ഷപ്പെടുകയും രൂപപ്പെടുകയും ചെയ്തു. ഹൈതു വാജഹഹും അൽ അബ്ബാസിയൂന ബിൽ ഹുജൂമി വൽ ഹുജൂമിൽ ഹനീഫ് വഖ്തസറത്തിൽ അഹ്സാബു അല ഇസ്നൈനി അശ്ശിയ വൽ അബ്ബാസിയ്യിൻ. ഓക്കെ, ഈ ഇത്തരം കവികള് ഖലീഫമാർക്കെതിരെയൊക്കെ വന്നു. ഖലീഫമാർക്കൊക്കെ അവർക്കൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മഹല മുഅ്ലമു തിൽക്കൽ അഹ്സാബ്, ഇതിൽ കൂടുതൽ വിഭാഗങ്ങളും പ്രതിസന്ധി സൃഷ്ടിച്ചു പിന്നെ അബ്ബാസി ഖിലാഫത്തിന് മുമ്പിൽ. ഹൈദു വാജഹവും, ആ പറഞ്ഞ ടീമിനെ നേരിട്ടു അൽ അബ്ബാസികൾ ബിൽ ഹുജൂമിൽ ഹനീഫ്, വളരെ പിന്നെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പരിഹാസ കാവ്യങ്ങളൊക്കെ കൊണ്ട് അക്രമാസക്തമായ രീതിയിലുള്ള പിന്നെ പരിഹാസ കാവ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ആ
പ്രതിയോഗികളെ ഖലീഫമാർ നേരിട്ടത്. അപ്പോൾ ഇവർക്ക് അനുകൂലമായി പാടുന്ന സിയാസി പാടുന്നവർക്ക് നല്ല സമ്മാനം ഖലീഫമാർ കൊടുക്കും. അപ്പോൾ ആ കവിതയിലൂടെ പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഫക്തസറത്തിൽ അഹ്സാബ്, ഈ പ്രധാനമായും ഇത്തരം ഈ ഒരു വിഭാഗം ആ കാലഘട്ടത്തിൽ വിങ് എന്ന് പറഞ്ഞാൽ അലസ്നൈൻ, രണ്ട് വിഭാഗമെന്ന് ഷിയയും അബ്ബാസികളുമായിരുന്നു. അബ്ബാസികൾ കഴിഞ്ഞിരുന്നത് ഫി സുറാൻ മരിയൻ, ഒരു രൂക്ഷമായ ഒരു സംഘർഷ സാഹചര്യത്തിലാണ്. മാഷിയത്തി, ഷിയകളൊപ്പം നിങ്ങൾ അലവി വിഭാഗത്തിൽപ്പെട്ട ഷിയാക്കളുമായിട്ട് നല്ല ഫൈറ്റും സംഘർഷവും ഉണ്ടായിരുന്നു. കാരണം രണ്ട് വിങ്ങുകളാണ് ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഭരണകൂടത്തിന്റെ അപ്പുറം ഇപ്പുറം ഉണ്ടായത്. ഒന്ന് അലവികളും മറ്റൊന്ന് അബ്ബാസികളും. അലവികൾ പറഞ്ഞത് ഞങ്ങൾക്കാണ് ഈ ഖിലാഫത്തിൽ ഏറ്റവും അവകാശം ഉണ്ടായത് എന്നുള്ള, മറ്റൊന്ന് അബ്ബാസികൾ പറഞ്ഞത് ഞങ്ങൾക്കാണെന്നുള്ള. അതാ മിനൽ അലവികൾ കൂട്ടത്തിൽ നിന്നായിരുന്നു ഉണ്ടായത്. കാരണം മുമ്പ് നടന്ന ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. അല്ലദീന, ഈ അലവികൾ യറൗന അന്നഹും, അവര് മനസ്സിലാക്കുന്നു അന്നഹും ഔല ബിൽ ഖിലാഫ, അലവികളാണ് ഏറ്റവും ഖിലാഫത്തുമായി അവകാശപ്പെട്ടവർ. എന്താ കാരണം? ഈ അന്നഹും, അലവികൾ എന്ന് പറഞ്ഞാൽ മിൻ അബ്നായി ഫാത്തിമത്ത് ബിൻതി നബി, നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ മക്കളായിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നഹ്നു അബ്നാഉ ഫാത്തിമ, ഞങ്ങൾ ഫാത്തിമ ബിയുടെ മക്കളാണ്. അതുകൊണ്ട് നഹ്നു ഔല ബിൽ ഖിലാഫ, നമ്മളാണ് ഖിലാഫത്തുമായി ഏറ്റവും ബന്ധപ്പെട്ടെന്ന് അവർ കരുതിയിരുന്നു. ബൈനമായറൽ അബ്ബാസികൾ എന്ത് ചിന്തിച്ചത്? അന്നഹും അഖ്റബുൽ നബി, ഞങ്ങളാണ് നബിയിലേക്ക് ഏറ്റവും അടുത്തു എന്നാണ് അബ്ബാസികൾ വാദിച്ചിരുന്നായിരുന്നു. കാരണം എന്താ? ലിയന്നഹും അബ്നാഉ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അമ്മിൻ നബി, നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ സന്താന പരമ്പരയിലാണ് അബ്ബാസികൾ വരുന്നത്, അബു സഫ അടക്കമുള്ള അബ്ബാസികൾ വരുന്നത്. അപ്പോ നബിയുടെ എളാപ്പയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അബ്നാഉൽ അമ്മി ഔലാ ബിൽ മിറാസി മിൻ അബ്നാഇൽ ബിൻത്, മകളുടെ മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു അവകാശവാദത്തിന് യോഗ്യർ എളാപ്പയുടെ മക്കളാണ് എന്ന് അബ്ബാസികൾ വാദിച്ചിരുന്നു. ഈ ഒരു ഫൈറ്റ് വളരെ സജീവമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ രൂപപ്പെട്ട കവിതകൾക്കൊക്കെ ഷിയറു സിയാസി എന്ന് പറയും. മറ്റു വിഭാഗത്തെ ഇകഴ്ത്താനും തളർത്താനൊക്കെ വേണ്ടി. വഖദ് ഹദസത് ബൈനൽ ഫരീഖൈൻ, ഈ പറയുന്ന രണ്ട് ടീമുകൾക്കിടയിൽ രൂപപ്പെട്ടിരുന്നു മുവാജഹാത്ത് ദായിമ, നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. വമിൻ അബ്രസ് അലാമി ശുഅറാ അസ്സിയാസിയീൻ ഫി അസ്റുൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇത്തരം കവികളിൽപ്പെട്ട ആളുകളാണ് അബൂ ദുലാമ, അതേപോലെ മർവാൻ ബിൻ അബി ഹഫ്സ ഒക്കെ പോലെയുള്ള ആളുകൾ. ഓക്കെ, ഇങ്ങനെ 6 പ്രധാനപ്പെട്ട ഒരു കവിതാ രീതി അബ്ബാസി കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യൂണിറ്റ് പൂർണ്ണമായിട്ടില്ല, ഒരു പാർട്ട് കൂടി, 3ാമത്തെ പാർട്ട് കൂടി ക്ലാസ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് അബ്ബാസി കാലഘട്ടത്തിലെ കവിതയുടെ വളർച്ചയെക്കുറിച്ചും ഏതൊക്കെ തരത്തിലുള്ള കവിതകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നാൽ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.